ഒന്നാം ലേഖനം അധ്യായം 1 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചു. രക്ഷിക്കപ്പെടുന്നവരായ നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിരുപയോഗമാക്കും. വിജ്ഞാനി എവിടെ? വേദജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാകുന്നു. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരുടെ വിജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനവും ദൈവത്തിന്റെ ദൗർബല്യം അവസാനിക്കാത്തൊരു ജന്മമാക്കാമോ? അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. ദൗത്യത്തിന്റെ വഴിയാണ് ലോകത്തിന്റെ വ്യക്തികൾക്ക് ആ ശക്തി നമ്മിലേക്ക് വന്നാൽ എല്ലാവരോടും പൊറുക്കാൻ ക്ഷമിക്കാൻ കഴിയും. ബലിയർപ്പണം അതാണ്. ഇവിടെ വച്ചിട്ട് മുറിയപ്പെടുകയാണ് നിങ്ങളൊക്കെ. ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മുറിയപ്പെടാൻ ആർക്കൊക്കെ വേണ്ടി ജീവിക്കണോ അവർക്കൊക്കെ വേണ്ടി മുറിയപ്പെടാൻ. കത്തി എറിയുമ്പോൾ ആ ജീവിതത്തെ കുഴിച്ചു മൂടില്ല, അത് മരിച്ചാലും മരിക്കും ജീവിക്കും. അതുപോലെ മനോഭാവത്തോടുകൂടി ബലിയായി കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും. ഈ ബലിവസ്തുക്കളോട് ചേർത്ത് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വേദനയും ത്യാഗവും ഇല്ലാതെ അത് നിന്റെ സ്നേഹത്തിന്റെ നല്ല സന്തോഷാനുഭവങ്ങളാകാം. മക്കളായി ഞങ്ങൾക്ക് കൃപ നീ നൽകുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ കുർബാനയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യം ജീവിക്കുകയും ചെയ്യും. ചേർന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും ിലടയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ യേശു, സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എന്റെ യേശു. ഇത്ര ചെറുതാകാൻ
നമുക്കൊന്ന് ചർച്ചയില്ല. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും. മൗനങ്ങളുടെയും ധ്യാനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഉത്തരമാണ് നിങ്ങൾ ഓരോരുത്തരും. എൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റെയും ഓരോ മുറിവിൻ്റെയും ആശ്വാസവും മരുന്നുമാണ്, ഔഷധവുമാണ് നിങ്ങൾ. ദൈവം ഈ മലയിൽ ഈ ഏകാന്തതയിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ ഈ അടുത്ത നാട്ടിലേക്കും ലോകം മുഴുവനും പ്രസരിക്കുവാൻ ദൈവം ഈ ഭൂമിയെ, ഈ ചെറിയ പ്രദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് അങ്ങയെ അനുഗമിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. നിലത്ത് വീഴുന്നു, മുട്ടുകൾക്കൊക്കെ രക്തമൊഴിക്കുന്നു, യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാളക്കാർ അടിക്കുന്നു, ജനക്കൂട്ടം മാർക്ക് വിളിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധമറിയുന്നില്ല. പരമാർത്ഥ ഹൃദയം അവിടത്തെ കാണും. അങ്ങ് ശരണപ്പെടുന്നവരാരും ഏഴാം സ്ഥലം. ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങനെ വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട് ആരാധിക്കുന്നു. ഇതുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അയാൾ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ദേവാദാവേ, ക്രിസ്തനെ കർത്താവിനെ തിരുമുറുകൾ എന്റെ ഹൃദയത്തിൽ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി.